ആരാടി മെനക്കെടുത്താൻ വേണ്ടി വിളിക്കണേ? ഹലോ സാറേ, ആ സാറേ, പാടവരമ്പത്ത് 4-5 പേര് ചേർന്നിട്ട് റമ്മി കളിക്കുന്നു. സാർ പെട്ടെന്ന് വാ. അയ്യോ, റമ്മികളാണെങ്കിൽ ഞാൻ വരത്തില്ല. അതെന്താ സാറേ? റമ്മികളെ എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ കളിച്ചാൽ കാശ് പോകും. ചീച്ചുകളി ഉള്ളപ്പോ എന്നെ വിളിക്കും, ഞാൻ വരാം കേട്ടോ. വെച്ചരെ ഇതെന്നാ സംഭവം എന്നാന്നറിയോ? ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും പാടത്തിന്റെ അവിടെ നിന്ന് ചീട്ട് കളിക്കുവന്ന്. ഞാൻ വണ്ടി എടുത്തോണ്ട് അവിടെ ചെല്ലുമ്പോ ഇവന്മാർ പാടം വഴി ഓടും. ചെളിക്കട ആ വാശിക്കിറങ്ങി ഞാനും ഓടും. ഇപ്പൊ ഈ അങ്ങനെ ഓടി ഈ മാസം 7ാമത്തെ ലെതർ ഷൂ ആണ് ഞാൻ മേടിക്കുന്നത്. ഈ പോലീസുകാരുടെ ഏറ്റവും വലിയ ശാപം എന്നാന്നറിയോ? പെട്രോളിങ്. എന്ത് പ്രാക്ക് കിട്ടുന്ന പരിപാടിയാണെന്നറിയോ? കുടുംബക്കാരുടെ കംപ്ലീറ്റ് പ്രാക്ക് നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ പണിയും കഴിഞ്ഞ് ആരെങ്കിലും രണ്ടെണ്ണം ഇതിൽ വരുമ്പോ പിന്നെ നമുക്ക് പിടിക്കാതിരിക്കാൻ പറ്റുമോ? അതാണ്. പിന്നെ ഇവരുടെ പ്രാക്ക് കിട്ടും. ഭയങ്കര കഷ്ടപ്പെട്ട ഒരു പരിപാടിയാണത്. സാറെന്താ കുടഞ്ഞു കളഞ്ഞേ? കുടഞ്ഞു കളയണത് ഇന്നലെ ആ ബാറിന്റെ പറ്റിയായിരുന്നു എനിക്ക് നൈറ്റ് പെട്രോളിങ്. കുടിയും കഴിഞ്ഞ് വന്നിട്ട് ഓരോരുത്തർമാർ ഊതിയിട്ട് 1/2 ലിറ്റർ സാധനമാണ് ഇതിനകത്ത് കിടക്കുന്നത്. നിങ്ങൾക്കറിയാവോ? ഡെയിലി 1/2 ലിറ്റർ മദ്യം കുടഞ്ഞു കളയുന്ന കേരളത്തിലെ ഏക പോലീസുകാരൻ ഞാനാണ്. എന്നാ ഊത്താണ് ഊതുന്നത്? സാറേ, സാറേ, ഒറ്റയ്ക്കുള്ള സാറേ? ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കും ഭയങ്കര ബോറടിയല്ലേ സാറേ? ആടാ സമയം എന്തായി സാറേ? സമയം ടൈം വാ പറഞ്ഞുതരാം. അല്ല സാറ് പറഞ്ഞാൽ കുഴപ്പമില്ല. വാടാ, സമയം പറഞ്ഞുതരാം. വാ. അല്ല സാറേ, ഞാൻ കുഴപ്പമില്ല, ഞാൻ പോവാം. ഇല്ലടാ, വാ. നീ വാ, സമയം അറിഞ്ഞിട്ട് വാ. സ്കൂട്ടർ സ്റ്റാൻഡ് വെച്ചേ. അല്ല സാറേ, സ്റ്റാൻഡ് വേടാ, വാ. ചാവി ഇഞ്ഞൊരു. അല്ല എനിക്കൊരു അത്യാവശ്യം. ഇല്ല, നീ സമയം അറിഞ്ഞിട്ട് പോയാ. വാ. അല്ല സാറേ, എനിക്കൊരു അത്യാവശ്യമുണ്ട് സാറേ, ഞാൻ കുഴപ്പമില്ല. സമയം അറിഞ്ഞിട്ട് പോവാം. നീ അടിച്ചിട്ടുണ്ടോടാ? അടിച്ചില്ലടാ നീ? എന്നാ ഇതിനകത്തൊന്ന് ഊതിക്കേ. ഇതിനകത്തൊന്ന് ഊതിക്കേ. എടാ, ഊതിട്ട് വേണം സമയം പറയാൻ. ഊതിയാലേ സമയം പറയാൻ പറ്റുള്ളൂ. എന്ത് വിഷമാണ് അടിച്ചിട്ട് വന്നേക്കണത്? മെഷീൻ അടിച്ചു പോയനല്ലോ. ഇപ്പൊ എന്ത് പറ്റിപ്പോയി? ഇവൻ നീ അവിടെ സ്കൂട്ടറിലല്ല വന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായതാണ് നീ അടിച്ചിട്ടുണ്ടെന്ന്. പൊക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാണ്. അപ്പൊ നീ കറങ്ങി വീണ്ടും എന്റെ കിറി തന്നെ നീ വന്ന് കയറിയേക്കാണ് അല്ലേ? ഇരി. എടാ, ഇരിക്കടാ. കസേര കയറി. കസേര ഇല്ലല്ലോ സാറേ. കസേര ഉണ്ടെങ്കിലും സാർ ഇരിക്കുള്ളൂ. ഈ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോ കസേര വേണം. ഈ സിനിമയിൽ ചില കോമഡി സീനും അതുപോലെ സ്കിറ്റിനൊക്കെ കണ്ടിട്ടില്ലേ? എസ് ഐ കസേര ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നത് വായുവിൽ ഇങ്ങനെ ഇരുത്തണത്. അത് സ്കിറ്റ് അല്ലേ സാറേ? നമുക്കൊരു സ്കിറ്റ് കളിക്കാം. ഞാൻ ഫ്രീ ആണ്. നമുക്കൊരു സ്കിറ്റ് കളിക്കാം. ഞാൻ എസ് ഐ, നീ കള്ളു പിടിച്ചിട്ട് തന്നെയാണ്. ഒരു മോശമല്ല. നീ കയറി കസേര കയറി കസേരല്ലേ വെള്ളച്ചിലെടുക്കണം. അവന് 2 അവസരം ഞാൻ കൊടുത്താണ്. ദയവായിട്ടൊരു അവസരം കൊടുത്ത് പോകാൻ വേണ്ടി. പിന്നെ ഞാനൊരു അവസരം കൊടുത്തു. അന്നേരം അവൻ കറങ്ങി തിരിഞ്ഞ് വീണ്ടും കയറി വന്നേക്കണം. ഓട്ടോ സാറേ, നീ ഏതാ? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ ഏതാ? നീ കണ്ടാ? എനിക്ക് മനസ്സിലായി. സാറിന് എന്നെ മനസ്സിലായിട്ടില്ല. സാറിന് എന്നെ മനസ്സിലായിരുന്നെങ്കിൽ സാർ ഈ രീതിയിലല്ല എന്നോട് സംസാരിക്കുന്നത്. എനിക്ക് പിടുത്തം കിട്ടിയില്ല. അതെനിക്കറിയാം, എനിക്ക് മനസ്സിലായി. പരിചയമുണ്ട് നമ്മൾ. എനിക്ക് സാറിന് എന്നെ അറിയാം, എനിക്കറിയാം. നമ്മളെ പറഞ്ഞാൽ മനസ്സിലാവും. സോറി, കസേര. അതെ, ഞാൻ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറായിരുന്ന ജോസഫ് സാറിന്റെ വീട്ടിലെ തോട്ടപ്പണിക്കാരനാണ് ഞാൻ. ഞെട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് പറയുമ്പോ സാർ ഞെട്ടുവന്ന്. അതെ സാറ് കസേര ഇരിക്കും. അല്ല, ഞാൻ ഈ ഫോറൻസിക്കിന്റെ കാര്യം, ആ ഫോറൻസിക്കിന്റെ കേസ് പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞ കസേര ഇരിക്കും.